എൻ്റെ അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. റോസെ കാപ്പി തരാൻ പറഞ്ഞിട്ട് ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല. ആൾക്കാരുണ്ട് പെട്ടെന്ന് എപ്പോഴും ഇറങ്ങും. അവളെ പോലെ അവളെ കിച്ചു കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ രേണുവിൻ്റെ 18ാമത്തെ അടവും രേണു ഇറക്കിയിരിക്കുകയാണ്. അതായത് സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ഡ്രാമ. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കണ്ണീര് കാണുമ്പോൾ അവിടെ വീണു പോകുന്ന ആൾക്കാരാണല്ലേ. അതാണ് രേണു ഇവിടെ മുതലെടുക്കാൻ നോക്കുന്നത്. അതായത് രേണു ബിഗ് ബോസിലാണ്, നമുക്കറിയാം. അവിടെ രേണുവിനെതിരായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു മത്സരാർത്ഥി സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ പേരിൽ കുറേ സപ്പോർട്ട് രേണുവിന് കിട്ടി. ഓക്കെ, അതിൽ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അക്ബർ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി രേണുവിനെ ആ ഒരു രീതിയിൽ അധിക്ഷേപിച്ചതിനോട് നമുക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ രേണുവിന് സപ്പോർട്ടാണ്. പക്ഷേ ഇപ്പോൾ രേണു കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമ അതൊരു ചീപ്പ് പരിപാടിയല്ലേ. ഗെയിം കളിക്കാനാണ് ചെന്നെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇന്ന് ഗെയിം കളിച്ച് വിന്നറാവണം. അല്ലാതെ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണിച്ച് ജനങ്ങളുടെ വോട്ട് മേടിക്കുന്ന അതൊരുമാതിരി പന്ന പരിപാടിയല്ലേ. അപ്പോൾ രേണു അവിടെ നമ്മുടെ ബാത്റൂം ഏരിയയിൽ ഒരു കണ്ണാടിയുണ്ട്, ഇവർക്ക് ഒരുങ്ങാനൊക്കെ ആയിട്ട് അവിടെ പോയിരുന്നിട്ട് ഭയങ്കര ഒരു കരച്ചിൽ നാടകം നടത്തുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് പറയുന്നു, ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ക്യാമറയുണ്ട്, രേണുവിനറിയാം ഇതൊക്കെ ക്യാമറയിൽ കാണും, ജനങ്ങൾ ഇത് കാണുമെന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവിടെ ഇരുന്നൊരു നാടകം. കിച്ചുമോനെ ഋതപ്പ നമുക്ക് കാണാതിരിക്കാൻ പറ്റണില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഇപ്പോൾ സങ്കടം ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല, കാരണം പെറ്റമ്മയാണ്. ഇപ്പം നമ്മുടെ ഋതപ്പനെ കാണാതിരിക്കുമ്പോൾ എന്തായാലും രേണുവിന് സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ കിച്ചുവിൻ്റെ പേര് പറഞ്ഞ് കരയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അത് കാണിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട രേണു. രേണു ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരുപാട് നെഗറ്റീവുകൾ രേണുവിനുണ്ട്. അപ്പോൾ അതൊക്കെ ബിഗ് ബോസിൽ വന്ന് നൈസായിട്ട് ആ നെഗറ്റീവ് മാറ്റാമെന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ രേണു ഇവിടെ വന്നിരുന്നിട്ട് ഋതപ്പ കിച്ചു നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. കിച്ചുവിനെ കാണാത്തതിൽ രേണുവിന് ഒരു സങ്കടം ഉണ്ടാവില്ല. അതേസമയം ഋതപ്പനെ കാണാത്തതിൽ ഒരുപക്ഷെ സങ്കടം ഉണ്ടാവും, കാരണം അവൻ കുഞ്ഞാണ്, 4-5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതന്നെയല്ല, രേണു പ്രസവിച്ച സ്വന്തം കുഞ്ഞാണ് ഋതപ്പൻ. കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കിച്ചുവിനെ കാണാത്തതിൽ രേണുവിന് ഒരു സങ്കടം ഉണ്ടാവില്ല, അതൊക്കെ നമുക്കറിയാം. ആ ഒരു രീതിയിലൊന്നും രേണു ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഋതപ്പനെ കാണാത്തതിൽ സങ്കടം ഉണ്ടാവും. പിന്നെ രേണു ഇതിന് മുന്നേ ബിഗ് ബോസിന് വരുന്നതിന് മുന്നേ ആയിട്ട് രേണു പറഞ്ഞിരുന്നു, ഋതപ്പനെ ആരെങ്കിലും നോക്കണമെങ്കിൽ നോക്കിക്കോ, ആരെങ്കിലും ഏറ്റെടുത്ത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്രയും സങ്കടം ഇപ്പോൾ കിച്ചുവിനെ, അതായത് ഋതപ്പനെ കാണാതിരുന്നപ്പോൾ രേണുവിന് ഭയങ്കര സങ്കടം. ഇത്രയും സങ്കടമുള്ള അമ്മയാണ് പറഞ്ഞത് കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുത്ത് നോക്കിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡ്രാമ കാണിക്കാം, പക്ഷെ ഇതുമാതിരി ചീപ്പ് ഡ്രാമ കാണിക്കാതിരിക്കുക, കാരണം ആൾക്കാർ എടുത്ത് വെച്ചങ്ങോട്ട് അലക്കും. ഇപ്പോൾ രേണു അവിടെ ഗെയിം കളിക്കുക, നല്ല രീതിയിൽ ടാസ്കിലും അല്ലെങ്കിൽ ഗെയിമും കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ച് ജയിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് മേടിക്കുക. അല്ലാതെ ഇതുമാതിരി ചീപ്പ് ഷോ, കരഞ്ഞുള്ള അഭിനയം, അത് പട്ടി ഷോയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് രേണുവിൻ്റെ ബിഗ് ബോസിനകത്തുള്ള അഭിനയം. ഇനി രേണുവിൻ്റെ വീട്ടുകാരുടെ അഭിനയം കാണണ്ടേ, നമുക്ക് കാണാം. വ്യക്തിപരമായിട്ട് അവർക്ക് ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറ്റത്തില്ല. നമ്മൾ പുറമേ നിന്ന് കാണുന്നു, അവരകത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വയമായിട്ട് ഇത്രയും പ്രയത്നിച്ച് അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയെങ്കിൽ ബാക്കി അവിടെ എത്ര ദിവസം നിന്നാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് പിന്നെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. രേണുവിനെ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് പ്രതികൂലങ്ങളും നെഗറ്റീവും എല്ലാം നേരിട്ടെങ്കിലും ഇപ്പോൾ അവളവിടം വരെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം, ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം, അദൃശ്യമായ സുധിച്ചേട്ടൻ അവളുടെയും കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് അവഗണനകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എങ്കിലും ആ അവഗണനകളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഇത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും എന്താ തോന്നിയെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എനിക്ക് രേണുവിനെ ബിഗ് ബോസിൽ കണ്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിന് ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നെ ദൈവം ആണ് അവളെ ആ ബിഗ് ബോസിൽ കൊണ്ടുപോയത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്ദി പറയുന്നു. വളരെ സന്തോഷം തോന്നി അവൾ ബിഗ് ബോസിൽ വന്നപ്പോൾ. ഒത്തിരി പ്രയാസത്തിലൂടെയാണ് അവൾ കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയത്. അതുകൊണ്ട് ഇങ്ങനെ അവൾ എത്തിപ്പെടുവാൻ എൻ്റെ പിന്നിൽ
നല്ല കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ട സപ്പോർട്ടും ചെയ്ത എല്ലാവരോടും ഈ അവസരം നന്ദി കൂടി പറയും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, രേണു ബിഗ് ബോസിൽ ഇമോഷണൽ ഡ്രാമ നടത്തുന്നു. അച്ഛനും അമ്മയും സഹോദരിയും കൂടി ചേർന്ന് പുറത്ത് നിന്ന് അതിലും വലിയ ഡ്രാമ നടത്തുന്നു. കൊള്ളാം, നല്ല കുടുംബം അല്ലേ. ഇവർ ഗെയിം കളിക്കട്ടെ, നല്ല രീതിയിൽ ഗെയിം കളിച്ച് രേണു വിന്നർ ആവട്ടെ. അല്ലാതെ ഇതുമാതിരി കരച്ചിൽ നാടകം കാണിക്കുന്ന ഒരുമാതിരി ചീപ്പ് പരിപാടിയല്ലേ. രേണു അകത്ത് വലിയ ഡ്രാമ, പുറത്ത് കുടുംബം അതിലും വലിയ ഡ്രാമ. ഈ സഹതാപം പറഞ്ഞ് വോട്ട് മേടിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ശരിയാണ്, രേണു ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്, കുഞ്ഞുങ്ങളെ നോക്കാനും കുടുംബം നോക്കാനും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അതൊക്കെ ഓക്കെ, അവർക്ക് പല നെഗറ്റീവുകളും ഉണ്ട്, അതെല്ലാം പോട്ടെ. ഇപ്പം അവരെത്തി നിൽക്കുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ്. അവർക്ക് ആ ഒരു ബിഗ് ബോസിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിന്നറാകാൻ കഴിയും. കാരണം അത്രത്തോളം സപ്പോർട്ട് അവർക്കുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കി ജനങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും, അല്ലെ ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രേണു കാണിക്കുന്നത്. അതുപോലെ രേണുവിൻ്റെ വീട്ടുകാരാണെങ്കിലും കുറേ സഹതാപവും സങ്കടവും ഒക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇതുപോലെ മറ്റ് കണ്ടസ്റ്റൻസ് ആരും ഇതുപോലെ വന്നിട്ട് കണ്ടസ്റ്റൻസിൻ്റെ കുടുംബമോ വന്നിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം അങ്ങനെയൊന്നും പറയുന്നില്ല. ഇവിടെ രേണു മാത്രം, അല്ലെ രേണുവിൻ്റെ കുടുംബമാണ് ഇമാതിരിയൊക്കെ ഉള്ള ഡ്രാമകൾ നടത്തുന്നത്. അതിനോട് എനിക്ക് താല്പര്യമില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നിന്ന് വിന്നർ ആവട്ടെ, സപ്പോർട്ട് ചെയ്യാം, 100% സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അല്ലാതെ ഈ കരച്ചിൽ നാടകം, അത് കുടുംബം പുറത്തും രേണു അകത്തും ഇതുപോലുള്ള ഡ്രാമ കാണിക്കുന്നത് പക്ക ബോറ് പരിപാടിയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. രേണു നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ നിന്ന് വിന്നർ ആവട്ടെ. അല്ലാതെ ഇതുമാതിരി ഇമോഷണൽ ഡ്രാമ, എനിക്ക് മക്കളെ കാണാൻ തോന്നുന്നു, എൻ്റെ ഋതപ്പനെ കാണണം, എൻ്റെ കിച്ചുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞുള്ള ഇതുമാതിരി ഉഡായ്പ് കാണിച്ചു കഴിഞ്ഞാൽ അത് പട്ടിഷയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.